ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവരെ ശിക്ഷിക്കാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളതെന്ന്. ഇവൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അവളെ വിശ്വസിക്കുമായിരുന്നു. അന്ന് അവൾക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാനെങ്കിലും നിങ്ങൾ തയ്യാറായി. ആരൊക്കെയോ പറയുന്നത് കേട്ട് നിങ്ങൾ അവളെ തല്ലി പുറത്താക്കിയില്ലേ? 20 വർഷം പൊന്നുപോലെ കൊണ്ടു നടന്ന സ്വന്തം പെങ്ങളെ ഒരു ദാക്ഷിണ്യം കൂടാതെ അടിച്ചു പുറത്താക്കിയ നിങ്ങളും ഇവരെ പോലെ തന്നെ തെറ്റുകാരാണ്. അതുകൊണ്ട് അവനെ ശിക്ഷിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല അപ്പുവേട്ടാ. മാളുവിന്റെ വാക്കുകൾ ഒരു അഗ്നി പോലെ അപ്പോൾ വന്നു പതിച്ചു. അവനൊരു തളർച്ചയോടെ ചുവരെ ചാരി നിന്നു. ശരിയാണ്, അവരെ ശിക്ഷിക്കാൻ തനിക്കൊരു അധികാരവുമില്ല. അവരെ പോലെ തന്നെ താനും തെറ്റ് ചെയ്തു. അവൾക്ക് പറയാനുള്ളതെങ്കിലും ഒന്ന് കേൾക്കാമായിരുന്നു. താൻ ഒന്നും ചെയ്തില്ല. അവളെ ആട്ടി പുറത്താക്കി. തന്റെ കൈയിൽ തൂങ്ങി നടന്ന തന്റെ കുഞ്ഞു പെങ്ങളെ താൻ വിശ്വസിച്ചില്ല. അവന്റെ മനസ്സ് മന്ത്രിച്ചു. അവന്റെ നിൽപ്പ് കണ്ട് മാളു അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തോളിൽ കൈവച്ചു. ഞെട്ടി കണ്ണു തുറന്ന അപ്പോ മാളുവിനെ ഒന്ന് നോക്കി. നീ പറഞ്ഞത് നേരാ. അവരെ ശിക്ഷിക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. കണ്ടവരുടെ വാക്ക് കേട്ട് എന്റെ കുഞ്ഞുമോളെ ഞാൻ. അവന്റെ നെഞ്ച് വല്ലാതെ നീറി. കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. മാളു അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു. മീരാമ്മ പതിയെ ഹരിയച്ചന്റെ അടുത്തേക്ക് ചെന്ന് അയാളുടെ തോളിൽ കൈവച്ചു. തലയുയർത്തി നോക്കിയ ഹരി ദയനീയമായി മീരാമ്മയെ നോക്കി. നമ്മൾ തോറ്റുപോയ അച്ഛനും അമ്മയാണ് അല്ലേ മീരെ? അയാൾ മീരമ്മയോടായി ചോദിച്ചതും അവർ അയാളെ ഒന്ന് നോക്കി. സ്വന്തം മോളെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത നമ്മൾ വെറും പരാജയം തന്നെയാണോ? കരഞ്ഞു പറഞ്ഞതാ നമ്മുടെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ട് നമ്മൾ അവളെ വിശ്വസിച്ചില്ല. നമ്മൾ വളർത്തിയ നമ്മുടെ മോള് തെറ്റ് ചെയ്യില്ലെന്ന് നമ്മൾ വിശ്വസിച്ചില്ല. അവളുടെ അച്ഛനും അമ്മയായ നമ്മൾ പോലും അവളെ വിശ്വസിച്ചില്ല. പിന്നെ മറ്റുള്ളവർ അവളെ വിശ്വസിക്കുവോടോ? ഈ പാപമൊക്കെ നമ്മൾ ഏത് ഗംഗയിൽ മുങ്ങിയാലാടോ തീരുന്നത്? അതും പറഞ്ഞ് തീരുന്നതിന് മുൻപേ അയാൾ കൊഴഞ്ഞു വീണിരുന്നു. ഹരിയേട്ടാ, അച്ഛാ! മീരാമ്മയെ അപ്പോ ഓടി വന്ന് അയാളെ താങ്ങി പിടിച്ചു. ഹരിയേട്ടാ, ഹരിയേട്ടാ! മീരാമ്മ നിലവിളിച്ചുകൊണ്ട് അയാളെ കുലുക്കി വിളിച്ചു. അപ്പോട്ടാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വിമൽ പെട്ടെന്ന് അപ്പുവിനോട് പറഞ്ഞതും അപ്പു അയാളെ താങ്ങിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. പിന്നാലെ തന്നെ മറ്റുള്ളവരും ചെന്നു. പുറത്തിറങ്ങി വേഗം തന്നെ അയാൾ കാറിൽ ഹരിദാസിനെ ഇരുത്തി. ഇരുവശത്തും മാളുവും മീരമ്മയും കയറിയിരുന്നു. അപ്പോഴേക്കും അപ്പുവിന്റെ അവസ്ഥ മനസ്സിലാക്കി ഡ്രൈവിംഗ് സീറ്റിലേക്ക് വിമൽ കയറി. കോ ഡ്രൈവിംഗ് സീറ്റിൽ അപ്പവും കയറിയതോടെ ആ കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. അച്ഛാ! ബെഡിൽ നിന്നും ഒരു അലർച്ചയോടെ ചാടി എഴുന്നേറ്റു അമ്മ. അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാടാ, എന്നാ പറ്റി? അവളുടെ നിലവിളി കേട്ട് അലക്സ് ചാടി എണീറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു. അപ്പോഴും അവൾ കിതയ്ക്കുകയായിരുന്നു. ടേബിളിൽ ഇരുന്ന ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് അലക്സ് അമ്മൂന് നേർക്ക് നീട്ടി. അവൾ വല്ലാതെ വിറയ്ക്കുന്നത് കണ്ട് അവൻ ആ ഗ്ലാസ് അവളുടെ ചുണ്ടോട് മുട്ടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവൾ 2 കൈകൊണ്ടും മുഖം പൊത്തി കുനിഞ്ഞിരുന്നു. അമ്മൂസേ, എന്നാ പറ്റി മോളെ? സ്വപ്നം വല്ലതും കണ്ടോ? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചതും അവൾ ഒരു ഏങ്ങലോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി. ഞാൻ സ്വപ്നം കണ്ടു ഇച്ചായ. അച്ഛൻ എന്തോ വയ്യാക വന്നൂന്ന്, എന്തോ അരുതായിക സംഭവിച്ചൂന്ന്. അമ്മു അവന്റെ നെഞ്ചി പറ്റി ചേർന്നുകൊണ്ട് പറഞ്ഞതും അവന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. അയ്യേ, എന്റെ മോൾ എന്തൊക്കെയാ പറയുന്നേ? എന്നതേലും സ്വപ്നം കണ്ടു എന്ന് വെച്ച് അതുപോലെയൊക്കെ നടക്കും? എന്റെ കൊച്ചു അതൊന്നും ആലോചിക്കാതെ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അവൻ അവളുടെ കവളി കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാടാ, അച്ഛനെ കാണാൻ പോണോ? പിന്നെ അവൾ ഒന്നും മിണ്ടാതെ അവനെ കെട്ടിപ്പിടിച്ചു തന്നെ ഇരിക്കുന്നത് കണ്ട് അവനൊരു ആകുലതയോടെ ചോദിച്ചു. അതിന് മറുപടിയായി അവൾ അവനെ നോക്കി. അവളുടെ മനസ്സിലേക്ക് അന്ന് നടന്ന ഓരോന്നും തെളിഞ്ഞു വന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് അവനോടായി പറഞ്ഞു. ഇതാണ് എന്റെ കുടുംബം. ഞാനിപ്പോ അനാമി ഹരിദാസ് അല്ല, അനാമി അലക്സ് മാത്യു ആണ്. വേറെ ആരെയും എനിക്ക് വേണ്ട. മറ്റൊരു അവകാശം എന്റെ മേലെ ആർക്കുമില്ല. ഒരു രാത്രി കൊണ്ട് എന്നെ തള്ളിപ്പറഞ്ഞ അവരെ ഒന്ന് എനിക്കിനി ഒരിക്കലും കാണിച്ചായ വെറുപ്പാണ് എനിക്ക് അവരോട്, വെറുപ്പ് മാത്രം. അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു. അവളെ നെഞ്ചി കിടത്തിക്കൊണ്ട് അവളുടെ നെറുകയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം അവൾ ഉറങ്ങിയത് കണ്ടതും അവളെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ നെറുകെ ചുണ്ടുകൾ ചേർത്തു. എന്റെ മാത്രം, ആരും വരണ്ട അവകാശവും പറഞ്ഞു, ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് എഴുന്നേറ്റു. ടേബിളിൽ നിന്ന് ഫോണും എടുത്തുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ഇരുന്നു കൊണ്ട് അവൻ ഫോൺ എടുത്ത് ലാസ്റ്റ് റിസീവായ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, അലക്സ് ആണ്. മറുവശത്ത് നിന്ന് കാൾ എടുത്തതും അവൻ പറഞ്ഞു. അവിടെ എന്തായി? അവൻ അയാളോടായി ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല, ഇതുവരെ ബോധം തെളിഞ്ഞില്ല. അമ്മ ഒന്നും അറിയരുത്, പിന്നെ അവൾ എവിടെയാണെന്ന് ആരും അറിയുകയും ചെയ്യരുത്. വിമലിന് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? അവൻ ഗൗരവത്തോട് ചോദിച്ചതും അവനൊന്ന് മൂളിയതേ ഉള്ളൂ. എന്തേ, വിമലിന് എന്തെങ്കിലും പറയാനുണ്ടോ? അലക്സ് അവനോട് ചോദിച്ചു. അത് സ്വന്തം അച്ഛനല്ലേ, അത് ഈ അവസ്ഥയിൽ ഒന്ന് കാണാനെങ്കിലും. അവൻ പറയാൻ വന്നത് പകുതിയിൽ നിർത്തി. ഒരു ദാക്ഷിണ്യമില്ലാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ സ്വന്തം മകളാണെന്ന് അദ്ദേഹം ഓർത്തില്ലല്ലോ. അവൻ രൂക്ഷമായി ചോദിച്ചതും അതിന് വിമലിന് മറുപടി ഉണ്ടായിരുന്നില്ല.
ആ, താൻ വെച്ചോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാ മതി. ശരി. അവനോട് അതും പറഞ്ഞുകൊണ്ട് അലക്സ് ഫോൺ കട്ട് ചെയ്തു. ശേഷം കണ്ണുകൾ അടച്ച് 2 ദിവസം മുമ്പുള്ള സംഭവങ്ങൾ ഓർത്തെടുത്തു. OPയിൽ അന്ന് നല്ല തിരക്കായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഒരു പേഷ്യന്റ് കൂടി ഉണ്ടെന്ന് റിസപ്ഷനിൽ നിന്ന് അറിയിക്കുന്നത്. തിരക്കായിരുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചില്ലായിരുന്നു. അമ്മു അറിഞ്ഞ കൊല്ലും. എന്ത് തിരക്കായാലും ഫുഡ് കറക്റ്റിന് കഴിക്കണമെന്നാണ് അവളുടെ ഓർഡർ. അതൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു 22-23 വയസ്സുള്ള ഒരു പയ്യൻ കയറി വന്നത്. എവിടെയോ കണ്ടു മറന്നതുപോലെ. എങ്കിലും അയാളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പറയൂ, എന്താ പ്രോബ്ലം? അയാളെ നോക്കി ചോദിച്ചതും അവൻ പറഞ്ഞു, അത് എനിക്ക് അസുഖമൊന്നുമില്ല. വാട്ട്? പിന്നെന്തിനാ താനിവിടെ വന്നത്? അവൻ പറഞ്ഞു കഴിഞ്ഞതും ഞാൻ സംശയത്തോടെ ചോദിച്ചു. അത് എനിക്ക് ഡോക്ടർ അലക്സിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കുറച്ച് പേഴ്സണലാണ്. നിങ്ങളാരാ? അവൻ പറഞ്ഞു കഴിഞ്ഞതും അലക്സ് ചോദിച്ചു. ഞാൻ വിമൽ, അനാമിയുടെ ഹസ്ബൻഡ് വിവേകിന്റെ അനിയനാണ്. നോ, ഹൗ ഡെയർ യു ടു സേ ദാറ്റ് ഷീ ഈസ് ഹിസ് വൈഫ്? ഷീ ഈസ് മൈ വൈഫ്. ഡു അണ്ടർസ്റ്റാൻഡ്? അവൻ അലറുകയായിരുന്നു. സോറി സർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. പെട്ടെന്ന് അങ്ങനെ വന്നു പോയതാ. സോറി സർ, അവനൊരു പേടിയോടെ പറഞ്ഞു. അവന്റെ മുഖഭാവം കണ്ട് അലക്സ് ശാന്തനാകാൻ ശ്രമിച്ചു. എന്താ നിനക്ക് പറയാനുള്ളത്? അവൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. അത് ഇവിടെ വെച്ച് വേണ്ട, പുറത്തെവിടെയെങ്കിലും. അവൻ പറഞ്ഞു. താൻ എങ്ങനെയാ വന്നത്? ബൈക്കിൽ. അലക്സ് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. താൻ ബീച്ചിലേക്ക് വിട്ടോ, ഞാൻ വന്നോളാം. ശരി സാർ, അലക്സ് പറഞ്ഞതും അവൻ പുറത്തേക്ക് പോയി. എന്നതാ തനിക്ക് പറയാനുള്ളത്? ബീച്ചിലെത്തി കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൻ ഒന്നും പറയാതിരുന്നപ്പോ അലക്സ് അവനോട് ചോദിച്ചു. അത് എനിക്ക് ഏട്ടത്തെ ഒന്ന് കാണാൻ അനുവദിക്കണം. വൈ? അവൻ ചോദിച്ചതും അതേ ഗൗരവത്തോടെ തന്നെ അവനോട് ചോദിച്ചു. അത് ഏട്ടത്തിയോട് മാപ്പ് ചോദിക്കണം. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഞങ്ങൾ ഏട്ടത്തിയോട് ചെയ്തത്. എന്റെ ഏട്ടൻ ചെയ്ത ചതിക്ക് എന്ത് പ്രായച്ചിത്തം ചെയ്യണമെന്ന് അറിയില്ല. എങ്കിലും ആ കാലി വീണ് മാപ്പ് ചോദിക്കാനെങ്കിലും അനുവദിക്കണം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വിമൽ പറഞ്ഞു നിർത്തിയതും അലക്സ് അവനോടായി പറഞ്ഞു. വിമൽ എന്നെ അന്വേഷിച്ചു വന്നപ്പോഴേ നിങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് മനസ്സിലായി. എന്തായാലും ഇനി മാപ്പ് ചോദിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. വന്നാൽ തന്നെയും അവൾ ക്ഷമിക്കാനും പോകുന്നില്ല. ഒരാളെ വാക്കുകൾ കൊണ്ട് കീറി മുറിച്ചിട്ട് ഒടുവിൽ മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അവനൊരു നീരസത്തോടെ പറഞ്ഞു. സാർ പറഞ്ഞത് ശരിയാ, വാക്കുകൾ കൊണ്ട് കീറി മുറിച്ചിട്ട് മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ സത്യങ്ങൾ അറിഞ്ഞത് പിന്നെ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെ സാർ പറഞ്ഞ പോലെ എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അലക്സ് അവനെ സംശയത്തോടെ നോക്കിയതും അവൻ മാളു പറഞ്ഞത് മുഴുവൻ പറഞ്ഞു. എന്നതാണേലും അമ്മൂനെ കാണാൻ പറ്റില്ല. അവളും അത് ആഗ്രഹിക്കുന്നില്ല. തന്നെ കണ്ടാൽ തന്നെ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അവളിപ്പോ നല്ല സന്തോഷത്തിലാണ്. വെറുതെ എന്നാത്തിനാ അവളുടെ സന്തോഷം തല്ലിക്കെടുത്തുന്നേ? അലക്സ് പറഞ്ഞു. അതിന് വിമൽ മറുപടി ഒന്നും പറയാതെ കടലിലേക്ക് നോക്കി നിന്നു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ മൗനമായി നിൽക്കുന്നത് കണ്ട് അലക്സ് വീണ്ടും ചോദിച്ചു. ഉണ്ട്, അവൻ പറഞ്ഞു. എന്നതാ? അവൻ സംശയത്തോടെ വിമലിനെ നോക്കി. 1 മിനിറ്റ്. അവൻ അതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. കുറച്ചു കഴിഞ്ഞതും അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. അയാളെ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ആകെ ക്ഷീണിച്ച് അവശനായിരിക്കുകയാണെന്ന്. കണ്ണുകളിൽ ദുഃഖം താളം കെട്ടി കിടക്കുന്നു. ഇയാളെ സാറിന് മനസ്സിലായോ? അലക്സ് അവനെ നോക്കുന്നത് കണ്ട് വിമൽ ചോദിച്ചു. അതിനവൻ ഇല്ല എന്ന് മറുപടി കൊടുത്തു. ചിലപ്പോൾ ഇയാളുടെ പേര് കേട്ട സാറിന് മനസ്സിലാകും. സുധി. അവൻ സംശയത്തോടെ നോക്കുന്നത് കണ്ട് വിമൽ പറഞ്ഞു. അവനെ മനസ്സിലായതും അലക്സിന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അവൻ അയാളുടെ കരണത്തൊന്ന് കൊടുത്തു. എന്റെ അമ്മൂനെ കരച്ച് നിന്നെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ അയാളുടെ ഇരു കരണത്തും മാറി മാറി അടിച്ചു. സർ വീട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ട് വിമൽ അവനെ പിടിച്ചു മാറ്റി. സാർ എന്താ ഈ കാണിക്കുന്നത്? അയാൾക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. അവൻ അലക്സിനോട് പറഞ്ഞു. എന്താ ഈ ചെറ്റയ്ക്ക് ഇനി പറയാനുള്ളത്? എന്റെ പെണ്ണിനെ ദ്രോഹിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഒരു ഉളുപ്പില്ലാതെ എന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. അവൻ അതും പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ അടിക്കാനായി പോയതും വിമൽ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇവൻ തെറ്റ് ചെയ്തു. ശരിയാണ് സാർ, ഇവൻ മാത്രമല്ല ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ സത്യമറിയാതെ ചെയ്തതാണെങ്കിൽ ഇവന്റെ സാഹചര്യമാണ് ഇവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. 2 ദിവസം മുന്നേ ചെന്നൈയിൽ വെച്ചാണ് ഞാൻ ഇവനെ കണ്ടത്. കണ്ട ഉടനെ സാറിനെ പോലെ തന്നെ ഞാനും ഒന്ന് കൊടുത്തതാ. പിന്നെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവന്റെ സാഹചര്യം മുതലെടുത്ത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്റെ ഏട്ടൻ എന്ന് പറയുന്നവന് ലക്ഷ്മിയും കൂടി. അതും പറഞ്ഞുകൊണ്ട് അവനെ സംശയത്തോടെ നോക്കുന്ന അലക്സിനോട് സുധിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടതും അലക്സിന്റെ ദേഷ്യത്തിന് അല്പം അയവ് വന്നു. എന്ത് സാഹചര്യം എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണ്. അതിന് എങ്ങനെ പ്രായച്ചിത്തം ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ അലക്സിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അവന്റെ കരച്ചു കണ്ടതും അവർ രണ്ടുപേരും വല്ലാതായി. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ നീ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കണം. എല്ലാവരുടെയും മുന്നിൽ ഇപ്പൊ എന്റെ അമ്മ പിഴച്ചവള, അത് മാറണം, അലക്സ് പറഞ്ഞു. അതിനവൻ സമ്മതം എന്ന പോലെ തലവിളിക്കും. അങ്ങനെയാണെങ്കിൽ 25-ന് പറയാം. വിമൽ പറഞ്ഞതും അവർ സംശയത്തോടെ അവനെ നോക്കി.
അന്ന് ഏട്ടന്റെയും ലക്ഷ്മിയുടെയും കല്യാണമാണ്. അന്നാകുമ്പോൾ എല്ലാവരും കാണും. ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വരും. വിമൽ പറഞ്ഞതും അവർ അത് ശരിവെച്ചു. പിന്നെ അവർ പ്ലാൻ ചെയ്തതാണ് അന്ന് അവിടെ ഇറങ്ങേറിയത്. എല്ലാം അറിഞ്ഞപ്പോൾ അമ്മുവിന്റെ അച്ഛൻ വീണു പോകുമെന്ന് കരുതിയില്ല. അവൻ ഒരു നെടുവീർപ്പോടെ ഓർമ്മകളിൽ നിന്ന് തിരികെ വന്നു. അലക്സ് പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ബെഡിൽ കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന അമ്മുവിനെ കണ്ട് അവൻ അതിയായ വാത്സല്യം തോന്നി. അവൻ പതിയെ അവളുടെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് അവളുടെ അടുത്തായി കിടന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. കാതിൽ അമ്മുവിന്റെ വാക്കുകൾ മുഴങ്ങിക്കേട്ടതും ഒരു ഞെട്ടലോടെ അപ്പു കണ്ണുകൾ തുറന്നു. അവന്റെ കാതുകളിൽ അമ്മുവിന്റെ കരച്ചിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവൻ ചുറ്റിനും നോക്കി. താനിപ്പോഴും ഹോസ്പിറ്റലിൽ ഐസിയുവിന് മുന്നിൽ തന്നെയാണ്. അച്ഛന്റെ വിവരങ്ങൾ കൂടുതലേ ഒന്നും അറിഞ്ഞിട്ടില്ല. മൈനർ അറ്റാക്ക് ആണെന്ന് മാത്രം പറഞ്ഞു. 24 മണിക്കൂർ ഒബ്സർവേഷനിലാണ്. വന്നിട്ടിപ്പോ മണിക്കൂറുകളായി. അവൻ ഫോണെടുത്ത് സമയം നോക്കി. 3:20 AM. അവൻ ചുറ്റിനും നോക്കി. വിമൽ ഒരു കസേരയിൽ ഇരുന്നുറങ്ങുന്നു. മാളു അമ്മയുടെ അടുത്താണ്. അമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അമ്മയ്ക്ക് BP ലോയായി കുഴഞ്ഞു വീണു. പിന്നെ അമ്മയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അവൻ പതിയെ എഴുന്നേറ്റ് കോറിഡോറിലൂടെ നടന്നു. പാതി തുറന്നു കിടന്ന വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ഇന്ന് നടന്ന ഓരോ കാര്യങ്ങളും ഓർത്തു. ഓരോന്ന് ഓർക്കും തോറും വിവേകനെ ചുട്ടുകരിക്കാനുള്ള ദേഷ്യം അവനിൽ അടിഞ്ഞുകൂടി. അവന്റെ കരങ്ങൾ വിൻഡോയുടെ ഗ്രില്ലിൽ മുറുകിക്കൊണ്ടിരുന്നു. ഹരിദാസിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. 2 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. വന്നു കയറി അയാളെ റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് അപ്പു സ്വന്തം റൂമിലേക്ക് പോയി. മാളു റൂമിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലേക്ക് കിടന്നുകൊണ്ട് വലത് കൈയെടുത്ത് കണ്ണിന് കുറുകി വെച്ച് കിടക്കുകയായിരുന്നു അപ്പു. അപ്പുവേട്ടാ. മാളു അവൻ അരികിലേക്ക് ചെന്ന് വിളിച്ചതും അവൻ കൈകൾ മാറ്റി നോക്കി. മുന്നിൽ മാളുവിനെ കണ്ടതും അവൻ ഒന്നും മിണ്ടാതെ എണീറ്റിരുന്നു. മാളു അവനെ തന്നെ നോക്കി. ഈ 2 ആഴ്ച കൊണ്ട് തന്നെ അവൻ ആകെ തളർന്നിരുന്നു. അറിഞ്ഞ സത്യങ്ങൾ അവനെ അപ്പാടെ തകർത്തു കളഞ്ഞു. എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്ത് നടന്ന അവന്റെ മുഖത്തെ കുറ്റിത്താടി കണ്ണുകൾക്ക് ചുറ്റിനും കാണുന്ന കറുപ്പും അവന്റെ തളർച്ചയെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. അച്ഛൻ വിളിക്കുന്നു അപ്പുവേട്ടാ. ഫ്രഷായി താഴേക്ക് വരാൻ പറഞ്ഞു. അവൾ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നതും അപ്പു അവളുടെ കയ്യിലേക്ക് പിടിച്ചു. തിരിഞ്ഞു നോക്കിയ മാളു കാണുന്നത് തന്നെ ദയനീയമായി നോക്കുന്ന അപ്പുവിനെയാണ്. നിനക്ക് സത്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അപ്പു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചത് അവൾ അതിനൊന്നും മൂളിയതേ ഉള്ളൂ. എന്നിട്ടെന്താ നേരത്തെ പറയാതിരുന്നത്? അപ്പു ചോദിച്ചു. ആരോട് പറയണമായിരുന്നു? അപ്പുവിന്റെ ചോദ്യത്തിന് അവൾ തിരികെ ചോദിച്ചതും അവനൊന്നും പറയാനാകാതെ നിന്നു. പറപ്പോട്ടാ, ഞാൻ ആരോടായിരുന്നു പറയേണ്ടിയിരുന്നത്? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാനെങ്കിലും അന്ന് അപ്പോട്ടൻ തയ്യാറായിരുന്നു. എത്ര തവണ ഞാൻ പിന്നാലെ വന്നു അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ്. അപ്പോഴൊക്കെ നേരിട്ട് കണ്ടതിനേക്കാൾ വലിയ സത്യം വേറെ എന്തുണ്ടെന്നല്ലേ അപ്പോട്ടൻ ചോദിച്ചത്? ഇപ്പൊ മനസ്സിലായോ നേരിട്ട് കാണുന്നത് പോലും സത്യമായിരിക്കില്ല എന്ന്? അവൾ പറയുന്നതൊക്കെയും കേട്ട് മൗനമായി നിൽക്കാൻ മാത്രമേ അപ്പുവിന് സാധിച്ചുള്ളൂ. അവന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ മാളുവിന്റെ ഹൃദയത്തിൽ വന്ന് തറച്ചു. എന്നാൽ അതിനേക്കാൾ ആഴത്തിൽ അമ്മുവിന്റെ കരച്ചിൽ അവളെ അലയടിച്ചുകൊണ്ടിരുന്നു. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ച അമ്മുവിന്റെ മുഖം അവളുടെ മനസ്സെ അലയടിച്ചു. ഫ്രഷായി താഴേക്ക് വാ. അപ്പുവിനോട് അതും പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് പോയി. ഒരു നിമിഷം അവൾ പോയ വഴി നോക്കി നിന്നു. ശേഷം വാഷ്റൂമിലേക്ക് കയറി വാതിലടച്ചു. കുളി കഴിഞ്ഞ് താഴേക്ക് ചെന്ന അപ്പു ഹരിയച്ചന്റെ റൂമിലേക്ക് കയറി. അവിടെ ഹരിയച്ചൻ കട്ടിലിന്റെ റെസ്റ്റിലേക്ക് ചാരി കണ്ണടച്ചിരിക്കുകയായിരുന്നു. മീരാമ്മ അച്ഛന്റെ നെഞ്ചി മുഖം അമർത്തിയിരിക്കുന്നുണ്ടായിരുന്നു. 2 പേരുടെയും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവർ അമ്മുവിനെ കുറിച്ചായിരുന്നു ഓർത്തതെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. അച്ഛാ. അപ്പുവിന്റെ വിളി കേട്ടാണ് അവർ കണ്ണുകൾ തുറന്നു നോക്കിയത്. മീരാമ്മ എഴുന്നേറ്റ് മാറിയിരുന്നു. അയാൾ അവനെ കൈകാട്ടി വിളിച്ചു. എന്താ അച്ഛാ വരാൻ പറഞ്ഞത്? അവൻ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അപ്പു, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ഇനി ഒരു നിമിഷം പോലും എന്റെ മോളെ കാണാതെ എനിക്കിരിക്കാൻ പറ്റില്ല. അയാൾ അപ്പുവിന്റെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനപ്പു അയാളെ ഒന്ന് ദയനീയമായി നോക്കിയതേ ഉള്ളൂ. നീ എന്താ ഒന്നും പറയാത്തത് മോനെ? എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് തരില്ലേ നീ? അയാൾ വീണ്ടും അവനോട് ചോദിച്ചു. കൊണ്ടുവരാ അച്ഛ. ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തിയിരിക്കും. അച്ഛന്റെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും. അവൻ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് മാളു റൂമിലേക്ക് വന്നത്. അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി ട്രേയിലിരുന്ന ചായ ഓരോരുത്തർക്കും കൊടുത്തു. ശേഷം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. മോളെ. തിരിഞ്ഞു നടന്ന മാളു മീരാമ്മയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. മീരാമ്മ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോള് പലതവണ ഞങ്ങളോട് പറയാൻ ശ്രമിച്ചതാ. പക്ഷെ അന്നൊന്നും ഞങ്ങൾ ആരും അത് കേൾക്കാൻ ശ്രമിച്ചില്ല. കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് സത്യമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതിന്റെ ശിക്ഷ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നതെല്ലാം ഒരു നിർവികാരതയോടെ കേട്ടു നിൽക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ. മോൾക്കറിയോ എന്റെ അമ്മമോൾ എവിടെയാണെന്ന്? അല്പസമയത്തിന് ശേഷം അവർ അവളോട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവൾ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ മനസ്സിലേക്ക് അന്ന് മീരാമ്മ പറഞ്ഞതൊക്കെയും കടന്നു വന്നു. മോൾ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? മീരാമ്മയുടെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്ന് കൊണ്ടുവന്നത്. അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു. എനിക്കറിയില്ലമ്മേ.
അന്നത്തേതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. അവൾ പറഞ്ഞു കഴിഞ്ഞതും അപ്പു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ അവൾ അവനെ നോക്കാതെ നിന്നു. അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. മീരാമ്മയുടെ മുഖത്തെ വിഷമം കണ്ട് അവൾ പറഞ്ഞു. അപ്പോഴേക്ക് അപ്പു അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിയച്ചന്റെ അടുത്തിരുത്തി. അച്ഛനും അമ്മയും വിഷമിക്കരുത്. നമ്മൾ ചെയ്തത് ചെറിയൊരു തെറ്റല്ല. അത് ക്ഷമിച്ചു വേണം അമ്മ നമ്മളിലേക്ക് എത്താൻ. അതിന് കുറച്ച് സമയമെടുക്കും. അവൻ മീരാമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതി മോനെ. എന്റെ കുഞ്ഞിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞോളാം. അവർ അവന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു പറഞ്ഞു. ഹരിയച്ചന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഒരു നിസ്സഹായതയോടെ അത് നോക്കി നിൽക്കാൻ മാത്രമേ അപ്പുവിനും മാളുവിനും സാധിച്ചുള്ളൂ.